Welcome to Angle B Learn. I am Sneha, working as an academic research associate at Angle B Learn. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ ഒരു ബിലോ ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, അത് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം, എന്തൊക്കെ സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡന്റിനെ ഇംപ്രൂവ് ചെയ്യാം, അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ അനലൈസ് ചെയ്യാം, അതിന് വേണ്ട സ്ട്രാറ്റജിക് സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഏതൊരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്തുകൊണ്ടാണ് ആ ഒരു കാറ്റഗറിയിൽ തന്നെ നിന്ന് പോകേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ് എന്തുകൊണ്ടാണ് എബോ ആവറേജ് ആവാണ്ട് എപ്പോഴും ആവറേജ് ആയിട്ട് തന്നെ നിൽക്കുന്നത്, എവിടെയാണ് ആ കുട്ടി ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്ന ഒരു 3 സ്റ്റുഡൻസിനെ എടുത്താൽ ആ 3 സ്റ്റുഡൻസും ആ ആവറേജ് കാറ്റഗറിയിൽ തന്നെ നിന്ന് പോകാൻ 3 കാരണങ്ങളായിരിക്കും. എല്ലാവരും ഒരേ കാരണങ്ങൾ കൊണ്ടല്ല അവർ ഒരേ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഒരു 3 സ്റ്റുഡൻസിനെ എടുക്കുക എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റുഡൻറ് ചിലപ്പോൾ ഈ പ്രോസസ്സിംഗ് സ്പീഡ് വളരെ കൂടുതലായിരിക്കാം, ഒരുപാട് നേരം എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഒരു പക്ഷെ. ഇപ്പൊ അപ്പോഴേക്ക് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ഒരു ടോപ്പിക് പറയുമ്പോൾ ഈ കുട്ടിക്ക് അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷെ അപ്പോഴേക്കും മറ്റുള്ള കുട്ടികൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ടീച്ചർ അടുത്ത ടോപ്പിക്കിലേക്ക് പോയപ്പോഴേക്ക് ആ കുട്ടി ആ ടീച്ചറുടെ കൂടെ തന്നെ പോകാൻ പറ്റുന്ന കുട്ടികളായിരിക്കും ചുറ്റുമുള്ളത്. പക്ഷെ ഈ കുട്ടി അപ്പോഴും ആദ്യത്തെ ഒരു ടോപ്പിക്കിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവാം. അപ്പൊ അത് കാരണം നമുക്ക് ആവറേജ് സ്റ്റുഡൻസ് ആയിട്ട് തന്നെ നിന്ന് പോവാറുണ്ട്. ചിലപ്പോൾ ഈ ഫൗണ്ടേഷൻ ബേസ് അറിയാത്തതുകൊണ്ടായിരിക്കാം. അതുപോലെ യുണീക്ക് ലേണിംഗ് സ്റ്റൈലുള്ള ഇത് കാരണമായിരിക്കാം ഒരുപക്ഷെ ആ കുട്ടി, അതായത് ടീച്ചറുടെ ഒരു ടീച്ചിങ് സ്റ്റൈലും ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലും കൂടി ഒത്തുപോവാത്തതുകൊണ്ടായിരിക്കാം മേ ബി ആ കുട്ടി ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണം ആ കുട്ടി ഇംപ്രൂവ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുന്നുണ്ടാവും, അതിന്റെ മുന്നിൽ ഒരുപാട് തടസ്സം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഈ തടസ്സം എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ തടസ്സം എടുത്ത് മാറ്റി നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ആദ്യം അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ആ കുട്ടി പിന്നോട്ട് വരാനുള്ള കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അപ്പൊ അവര് ഒരുപാട് അവരെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളും ഉണ്ട്. അതായത് ഇപ്പൊ അവരെപ്പോഴും കോൺസെപ്റ്റ് വീണ്ടും 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 പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇപ്പൊ അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണെങ്കിൽ പോലും കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരത് മറന്നു പോകും. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിപ്പിച്ച കാര്യമാണെങ്കിൽ പോലും അത് മറന്നു പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടെങ്കിൽ പോലും അവർക്കൊരു പ്രാക്ടിക്കലി നമുക്കത് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. ഇപ്പൊ അവർക്ക് ഓൾറെഡി ഒരു ഡെഫിനിഷൻ അറിയാം, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഫോർമുല അറിയാം, പഠിച്ചിട്ടുണ്ട്, അവർക്ക് അപ്പോഴും അത് മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓക്കെ ഈ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അതാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ആ പഠിച്ച ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്, ആ 2 സിറ്റുവേഷനും ഒരേപോലെ വരുന്ന കാര്യങ്ങളാണ്, അത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഒരു പ്രാക്ടിക്കലി നമ്മളത് ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുപോലെ അവർ ബാലൻസ്ഡ് ലേണേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഒരേ സബ്ജക്റ്റിൽ തന്നെ ഒരു സ്ട്രെങ്ത്തും വീക്കും, അവർ ചിലതിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില പോർഷനിൽ വളരെ സ്ട്രോങ് ആയിരിക്കും, ചില സബ്ജക്റ്റ് അവർ വളരെ വീക്ക് ആയിരിക്കും. അപ്പോൾ ഒരു മിക്സ്ഡ് സിഗ്നൽ ആണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുക. ചിലത് വളരെ ഈസി ആയിരിക്കും, നല്ല മാർക്ക് ഉണ്ടാവും, ചില ഭാഗങ്ങൾ വളരെ ടഫ് ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ, ഇപ്പോൾ ഒരു ഫിസിക്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ വളരെ ടഫ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസിയാണ്. അപ്പൊ പക്ഷെ നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാ ചാപ്റ്റേഴ്സിനും കൂടി ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് വാങ്ങിച്ചാലും ഈ ടഫുള്ള ഈ ഒരു സബ്ജക്ട് ചെയ്യാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പൊ അവർ ഈ സ്ട്രെങ്ത്തും ആ ഒരു വീക്ക്നെസ്സും അവര് മിക്സ്ഡ് ആയിട്ട് ഷോ ചെയ്യാറുണ്ട്. അതുപോലെ സ്ട്രക്ചേർഡ് ലേണേഴ്സ്, ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ടീച്ചർ ഒരു കൃത്യമായിട്ടുള്ള ഒരു റുട്ടീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. അവർ കൃത്യമായിട്ട് ഓരോരോ ഗോൾസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഈ കാര്യം ചെയ്യ്, അതിനുശേഷം നീ ഇത് ചെയ്യ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യുന്ന കാര്യം അവർക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു വന്ന കുട്ടികളുണ്ടാവും, അതിൽ നിന്ന് മാറുമ്പോഴേക്ക് ബുദ്ധിമുട്ടാവുന്ന കുട്ടികളുണ്ടാവും.
അതുപോലെ സ്പെസിഫിക് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ എല്ലാ സബ്ജക്റ്റും അറിയാം, പക്ഷെ ഫിസിക്സ് അറിയില്ല അല്ലെങ്കിൽ മാത്സ് അറിയില്ല. അപ്പോ ബാക്കി എല്ലാ സബ്ജക്റ്റിലും A+ അല്ലെങ്കിൽ A1 ആ ലെവലിൽ പോയിട്ട് ആ ഒരു സബ്ജക്റ്റിൽ മാത്രം മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതുപോലെ ചില കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ മാത്രം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 2-3 ചാപ്റ്റേഴ്സ് മാത്രം ബുദ്ധിമുട്ടാണ്, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസിയാണ്. ഇപ്പൊ മാത്സിൽ ഒരു കുട്ടിനെ സംബന്ധിച്ചപ്പോൾ ട്രിഗണോമെട്രി മാത്രം ടഫ് ആയിരിക്കും, ബാക്കി എല്ലാം എളുപ്പമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, എക്സാം വരുന്ന സമയത്ത് ഈ അറിയാത്ത ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണെങ്കിൽ പോലും ആ കിട്ടേണ്ട അത്രയും മാർക്കിൽ നിന്ന് വളരെ താഴോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അവര് പഠിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ആ പഠിച്ച കൺസെപ്റ്റ് നമുക്ക് വീണ്ടും എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഒരു പുതിയൊരു സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ട ഫോമുല തന്നെയാണോ ഞാൻ ഇവിടെ യൂസ് ചെയ്തത്, ആ ഇക്വേഷൻ തന്നെയായിരുന്നു ഇവിടെ യൂസ് ചെയ്യേണ്ടിയിരുന്നത്, ഡെഫിനിഷൻ ശരിയായില്ലല്ലോ. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ പ്രോസസ്സിംഗ് സ്പീഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിലാണ് അത് ഏറ്റവും പ്രശ്നമാവാറ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ആ ഒരു ടീച്ചർക്ക് ഒരൊറ്റ സ്റ്റുഡന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റുഡന്റിന് മൊത്തം മനസ്സിലായോ, കൃത്യമായിട്ട് മനസ്സിലായോ എന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിനെ സംബന്ധിച്ച് അത് ഇച്ചിരി, ടീച്ചറിനെ സംബന്ധിച്ചാണെങ്കിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മുഴുവൻ സ്റ്റുഡൻസിനെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാന്ന് പറയുന്നത് ലിമിറ്റേഷൻ ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ നമുക്ക് ഒബ്വിയസ്ലി സ്കൂളിൽ ഗ്രൂപ്പ് ക്ലാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് മുന്നേ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ടീച്ചർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ആ കുട്ടി കംപ്ലീറ്റ് ഒന്ന് പ്രോസസ് ചെയ്തെടുക്കുമ്പോഴേക്ക് ടീച്ചർ ചിലപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക്, മൈൻഡ് അടുത്ത ടോപ്പിക്കിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം അവർക്ക് ആ പറഞ്ഞ ടോപ്പിക് ഒന്നും പിന്നെ കിട്ടുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ അതിനു മുമ്പ് പറഞ്ഞ ടോപ്പിക്, കിട്ടാണ്ടിരിക്കുന്ന ടോപ്പിക്കിന്റെ തുടർച്ചയായിരിക്കും പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആ ഒരു ഗ്യാപ്പ്, ഒരു പഠിക്കുന്ന കൺസെപ്റ്റിന്റെ ഒരു ഗ്യാപ്പ് അവർക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ട് മാർക്കും കുറഞ്ഞു വരും. അതുപോലെ ഇൻഡിപെൻഡന്റ് വർക്ക്, അവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് ഒരു കാര്യം ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. എപ്പോഴും ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ ഒരു ടീം പ്രൊജക്റ്റ് ആയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്കത് ഐഡിയാസ് കൊടുക്കാനും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്. അതുപോലെ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രഗ്ലേഴ്സ് മാത്രമല്ല, ടോപ്പിക് സ്പെസിഫിക് സ്ട്രഗ്ലേഴ്സും ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് മാത്രം ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി എടുക്കാൻ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഒന്ന് റെഗുലർ പ്രാക്ടീസ് തന്നെയാണ്. റെഗുലർ പ്രാക്ടീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിക്ക് വീണ്ടും വീണ്ടും പഠിക്കുക, മൈൻഡിൽ ആ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇന്ന് പഠിച്ചു നാളേക്ക് മറന്നു, അങ്ങനെ ആയിരിക്കരുത്. അത് വീണ്ടും വീണ്ടും പഠിച്ച് ഓക്കെ അത് ഞാൻ മറക്കില്ല എന്നുള്ളൊരു ലെവൽ എത്തുന്ന ആ ഒരു സമയം വരെ ചെയ്യാം. അതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈൻഡ് മാപ്സ് പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കോൺസെപ്റ്റ് മാപ്പിംഗ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും കൺസൈസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ടില്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ വേർഡ്സ് ആൻഡ് പോലെ ഇങ്ങനെ പദസൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു മെയിൻ ടോപ്പിക് എഴുതും, എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് നമ്മൾ ചുറ്റും എഴുതി വെക്കും. അങ്ങനെ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആ കുട്ടി സ്വയം ചെയ്യണം, വേറെ ആൾ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഉള്ളിലുണ്ടാവും ഓക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങൾ മുഴുവൻ എഴുതണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ അത് റീകോൾ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിന് കൂടെ തന്നെ അത് റിട്രീവൽ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടാണ് റീകോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ആ പഠിച്ച സാധനങ്ങൾ മുഴുവൻ മാറ്റി വെച്ചിട്ട് എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും പോയിന്റ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ബുക്ക് തുറന്നു വെച്ച് ഒന്നുകൂടി നോക്കി വീണ്ടും കാണാണ്ട് അറിഞ്ഞു നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഈ കോൺസെപ്റ്റ് മാപ്പിംഗിൽ നമുക്ക് ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് കോൺസെപ്റ്റ് മാപ്പിംഗിൽ യൂസ് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലാഷ് കാർഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബുക്കും പെന്നും എടുത്ത് നമുക്ക് തന്നെ ഫ്ലാഷ് കാർഡ്സ് നമുക്ക് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാന്നെങ്കിൽ നമുക്ക് ഡിജിറ്റലി ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക്. ഇപ്പോ ക്യൂസ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈവൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ സൂപ്പാലേൺ പോലെയുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ചതുരം പോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ വെക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ വെക്കേണ്ട കാര്യം അത് ഏറ്റവും കൺസൈസ് ആയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പൊ ഒരു ടോപ്പിക്കിന്റെ പേര്, അതിന്റെ ഫോർമുല, ആ ഒരു പേരും ഫോർമുലയും കാണുമ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഓർമ്മ വരണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരണം, അതിൽ എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. അപ്പൊ അതിന്റെ കോർ സാധനം നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അത് നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെയാണോ സംശയമുള്ളത് അത് അപ്പാപ്പം തീർത്ത് പോവുക. അതിപ്പോ ഒരു ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഒരു AI ചാറ്റ് ആവാം, അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് എവിടെയാണോ സംശയം വരുന്നത് അത് അപ്പം തീർത്തിട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സംശയം നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിന്റെ മുകളിൽ വീണ്ടും സംശയം കൂടി വരെയുള്ളൂ. അപ്പൊ നമ്മൾ തീർത്തിട്ട് കൃത്യമായിട്ട് ആ ഒരു സംശയം തീർത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷൻസ്, നമ്മളിപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് കൊടുക്കാണ്ട്, ആ ഒരു ബേർഡൻ അവർക്ക് ഫീൽ ചെയ്യാണ്ട്, അവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോവുക. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം നീ ആ കാര്യം ചെയ്താൽ മതി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് വരുന്ന രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അടുത്ത കുറച്ചുകൂടി ടഫായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ടാസ്ക് കൊടുക്കുക. അങ്ങനെ അവരെ ഇൻസ്ട്രക്ഷൻസ് ചെറുതിന്ന് വലുതിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഒരു ലേണിംഗ് ടെക്നിക്സ് കുറച്ചുകൂടി സ്ട്രക്ചർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഓർഗനൈസ്ഡ് നോട്ട് ടേക്കിംഗ്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ടീച്ചർ എന്തെങ്കിലും അതുമായിട്ട് ചില സമയത്ത് നമുക്ക് തന്നെ അറിയാലേ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ടീച്ചർ ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആ ടോപ്പിക് എൻറ്റയർലി നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലാസ്സിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ടീച്ചർ തരുന്ന നോട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. അങ്ങനെ ഒരു നോട്ട് ടേക്കിംഗ്, എങ്ങനെ ഒരു നോട്ട് നമുക്ക് എഴുതിയെടുക്കാം ആ ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതിയെടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്, അത് വീണ്ടും എടുത്ത് വായിക്കാൻ തോന്നുന്നത് എങ്ങനെ എഴുതുമ്പോഴാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതുപോലെ പ്രോഗ്രസീവ് ചലഞ്ചസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും കുട്ടികൾ ഇതിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വലിയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവര് ആ ഒരു ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ആ എന്താ പറയാ അതിന്റെ ഒരു കോംപ്ലക്സിറ്റി കൂട്ടി കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്താണെങ്കിലും അവർ ചെയ്യാൻ അവരെ മെല്ലെ മെല്ലെ പാകപ്പെടുത്താം. എല്ലാം കൂടി പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പ്രോഗ്രസീവായിട്ട് അവർക്ക് ചലഞ്ചസ് കൊടുത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അവരെ നല്ല സ്കോർ ചെയ്യിപ്പിക്കുക. അതുപോലെ വെർബൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ച കാര്യം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയും എന്ന് പറയാറുണ്ടല്ലേ. ഇപ്പോൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു പാവക്കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുന്നിൽ വെക്കുക, എന്നിട്ട് അതിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മൈൻഡിൽ നിൽക്കും. ഇപ്പോൾ ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാനത് പഠിപ്പിക്കുന്ന സമയത്ത് ആ പോർഷൻ മുഴുവൻ ഞാൻ അറിഞ്ഞിരിക്കണം, എങ്കിലും എനിക്കത് പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരാളെ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശബ്ദത്തിൽ വായിച്ചുകൊണ്ട് ആ ഒരു സൗണ്ടിന് അവിടെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ നോക്കുക. അതുപോലെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ, എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു റിയൽ വേൾഡ് ആയിട്ട് അത് കണക്ട് ചെയ്യുക. അതിപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സമയത്താണെങ്കിലും രണ്ടാളും ഇന്റൻഷനലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ മാക്സിമം റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് അത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ നമ്മളൊരു തിയറി മാത്രം കുറേ നേരം ഇരുന്ന് പറഞ്ഞ് ടെക്സ്റ്റിലുള്ള തിയറി കുറേ നേരം പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ചെറിയൊരു എക്സാമ്പിൾ, ആ കുട്ടി ഡെയിലി ലൈഫിൽ കാണുന്ന എന്തെങ്കിലും ഒരു എക്സാമ്പിൾ
വെച്ചിട്ട് പറയുമ്പോൾ ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തിയറി വന്നത്, ഓക്കെ ഈ കാര്യം ഞാൻ കാണുമ്പോൾ ഈ കാര്യം ഉണ്ടാവാറുണ്ട്, അങ്ങനെ ആ കുട്ടിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ഏത് ടോപ്പിക് ആണെങ്കിലും ലൈഫുമായിട്ട് അല്ലെങ്കിൽ റിയൽ വേൾഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാക്സിമം അത് കണക്ട് ചെയ്യാം. അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് ഇൻഡിപെൻഡന്റ് ലേണിംഗ് വളർത്തിയെടുക്കാൻ പറ്റാൻ നോക്കാം. ഇപ്പോൾ എപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടീച്ചറുടെ ഗൈഡൻസ് വെച്ച് മാത്രം ആ കുട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ഇപ്പോൾ കുറേ വലിയ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആ കുട്ടിക്ക് എപ്പോഴും ഒരു ഗൈഡൻസ്, ഒരു അസിസ്റ്റൻസ് എപ്പോഴും നിർബന്ധമായിട്ട് വരും. അങ്ങനെയല്ല, ഒരു കുട്ടിക്ക് എന്തായാലും ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് പഠിക്കേണ്ട ഒരു സ്റ്റേജ് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു ലേണിംഗ്, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നോക്കാം. ഒന്ന് ഗൈഡഡ് പ്രാക്ടീസ് ആണ്. ഇപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു അസിസ്റ്റൻസ് ആവശ്യമുള്ള കുട്ടീനെ പെട്ടെന്ന് ഞാൻ അങ്ങ് നിർത്തുകയാണ്, ഇനി മുതൽ ഈ ഒരു നിമിഷം മുതൽ ആ കുട്ടി ഒറ്റയ്ക്ക് പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ മെല്ലെ 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 പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ ഓരോ സ്റ്റെപ്പ്, ഒരു കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ഹിൻസ് കൊടുത്ത് അസിസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ടീച്ചർ കുറച്ചേരം ആ കുട്ടീനെ വെയിറ്റ് ചെയ്യട്ടെ, ആ കുട്ടി ഒറ്റയ്ക്ക് ചിന്തിക്കട്ടെ, എന്നിട്ട് മെല്ലെ 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 ആ കുട്ടിയുടെ ആ ഒരു ടീച്ചറുടെ മുകളിലുള്ള ഒരു ഡിപ്പെൻഡൻസി, എപ്പോഴും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ലെവൽ അല്ലെങ്കിൽ എഴുതുന്നതിൽ എന്താണെങ്കിലും ആ ഒരു സ്റ്റുഡന്റിന് ടീച്ചറുടെ മുകളിലുള്ള ഒരു ഡിപ്പെൻഡൻസി മാക്സിമം മെല്ലെ മെല്ലെ കുറച്ചെടുത്തിട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയുന്ന ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കുഞ്ഞു ഗോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് ആ 5 ക്വസ്റ്റ്യനും അവർ ആൻസർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അന്നത്തെ ക്ലാസ്സിന്റെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി മുഴുവൻ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ, മൊത്തം അറ്റൻഷൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് ടീച്ചർക്കും അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ കുട്ടിക്കും ആ മുഴുവൻ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴൊരു സന്തോഷം, ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ ലീഡർഷിപ്പ്, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ക്ലാസ്സിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. കാരണം ഒരു പിയർ ഗ്രൂപ്പ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഒരു ടീം ചലഞ്ച് എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും എഴുതാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആയിക്കോട്ടെ, ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ഒരു ടീമിന് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുക. അതിൽ ഒരു ലീഡർഷിപ്പ് കൊടുക്കുക, ആ കുട്ടിക്ക് അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ അതുപോലെ സെൽഫ് അസസ്മെന്റിനുള്ളൊരു കാര്യം ഒരുക്കുക എന്നുള്ളത്. അതായത് ഇപ്പൊ എപ്പോഴും ഒരു എക്സാം ആണെങ്കിൽ പോലും ആ കുട്ടിക്ക് ആ കുട്ടീനെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെയായിരുന്നു, ഇപ്പൊ ഞാൻ എത്രത്തോളം പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് ആ കുട്ടിക്ക് സ്വയം മനസ്സിലാവാൻ പറ്റണം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു തുടക്കത്തിൽ ഇപ്പൊ നമ്മളൊരു അത് ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഒരു കുട്ടീനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ട് ആ കുട്ടി ഒരു 5 മിനിറ്റ് എടുത്തു അത് സോൾവ് ചെയ്യാൻ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 5 മിനിറ്റ് എടുത്തു അത് സോൾവ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അതേ ക്വസ്റ്റ്യൻ കുറച്ച് ഡിജിറ്റ് മാറ്റിയിട്ട് നമ്മൾ അടുത്ത തവണ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് മെത്തേഡ് അറിയാം. അപ്പോൾ ചിലപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടീനോട് തന്നെ പറയാം, നേരത്തെ 5 മിനിറ്റ് എടുത്ത കാര്യമാണ് ഇപ്പൊ നീ 3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, ഇതേ സാധനം ഒന്നുകൂടി ഡിജിറ്റ് മാറ്റി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ആ കുട്ടിക്ക് തന്നെ സെൽഫായിട്ട് അസസ് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇത്രയും പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് സ്വയം ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസും ഇമ്പ്രൂവ് ചെയ്യും അത്. അതുപോലെ ഇപ്പൊ ആവറേജ് സ്റ്റുഡൻസിന് ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുക. ഒന്ന് വിഷ്വൽ ലേണിംഗ്, പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്യാം, അതുപോലെ ഇൻക്രിമെന്റൽ പ്രാക്ടീസ്. ഇപ്പൊ വിഷ്വൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ ലേണിംഗ് മാത്രമല്ല, ഓരോ ലേണിംഗ് സ്റ്റൈൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് ആ കുട്ടിയുടെ ടീച്ചിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സിൽ അതിന് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി കേട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ തൊട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുറെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, കൈനസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ കുട്ടിക്കും ഓരോ രീതിയിൽ പഠിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് അത് മനസ്സിൽ നിൽക്കുന്നതും കൂടുതലായിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ ഏതാണ് ആ കുട്ടിയുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം.
ഇപ്പോൾ കണ്ടിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കുറേ വായിച്ചു കൊടുക്കാണ്ട് നമുക്ക് മാക്സ് വീഡിയോസ് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലവറിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഈവൻ ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്കൊരു ഫ്ലവർ എടുത്ത് കൈ പിടിക്കാം, ഇതാണ് പെറ്റൽ, ഇതാണ് സെപ്പൽ, ഇത് കാർപ്പൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പാർട്സ് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ കുട്ടീനോട് പോയിട്ട് ഒരു പൂ പറിച്ചുകൊണ്ട് വരാൻ പറയാം, എന്നിട്ട് ആ കുട്ടീനോട് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറയാം ഏതൊക്കെ പാർട്സ് ആണുള്ളത്, അതിന്റെ ഫോട്ടോസ് നമുക്ക് കാണിച്ചു കൊടുക്കാം, വീഡിയോസ് കാണിച്ചു കൊടുക്കാം, എങ്ങനെ ഡിസെക്ഷൻ ചെയ്യാം, അതിൽ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ആ കുട്ടിയുടെ ഒരു ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ടീച്ചറുടെ ടീച്ചിങ് സ്റ്റൈൽ അതിനോട് അലൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം പഠിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രം നമ്മളിങ്ങനെ ചിത്രം നോക്കി അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിനകത്തുള്ള പാരഗ്രാഫ് ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം പഠിച്ച് നമ്മൾ എക്സാമിന് പോയിട്ട് എഴുതുന്നതിലും എത്രയോ ബെറ്റർ ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ വെക്കുക, എന്നിട്ട് അത് എക്സാമിന് എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ഒരു ലിറ്റ്മസ് പേപ്പർ, ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ നമ്മളൊരു ആസിഡ് ആക്കി കഴിഞ്ഞാൽ അത് പിങ്ക് കളറാവും. ഇപ്പൊ നമ്മളിങ്ങനെ വായിക്കുവാണ്, ഓക്കെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ പ്ലസ് ആസിഡ് ഈക്വൽ ടു പിങ്ക്, അല്ലെങ്കിൽ പിങ്ക് ലിറ്റ്മസ് പേപ്പർ പ്ലസ് ആൽക്കലി ഈക്വൽ ടു വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണാപ്പാടം പഠിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഒരു ലിറ്റ്മസ് പേപ്പർ എടുക്കുക. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം ലിറ്റ്മസ് പേപ്പർ അല്ലേ. അപ്പൊ എങ്ങനെ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ആ കുട്ടി സ്വയം അത് ചെയ്യട്ടെ, എന്നിട്ട് അതിനകത്ത് നമ്മളൊരു നാരങ്ങ നീരോ വിനിഗറോ എന്തെങ്കിലും ഒഴിക്കുന്നു, അപ്പൊ ബ്ലൂ കളർ ആവുന്നു. അപ്പൊ ആ കുട്ടിയുടെ മൈൻഡിൽ അത് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും, എന്താണ് ഏത് കളറാണ് വരുന്നത്, ഏത് കളർ ലിറ്റ്മസ് പേപ്പർ എടുക്കുമ്പോഴാണ് ഈ കളർ മാറുന്നത്, എന്ത് ഒഴിക്കുമ്പോഴാണ്, ആസിഡ് ഒഴിക്കുമ്പോഴാണോ ആൽക്കലി ഒഴിക്കുന്ന സമയത്താണോ, അങ്ങനെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഓൾറെഡി അത് പതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്കത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് അത് അയ്യോ ബ്ലൂ മാറിപ്പോവോ അല്ലെങ്കിൽ പിങ്ക് മാറിപ്പോവോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ആ കുട്ടി കണ്ടു, ചെയ്തു, തൊട്ടറിഞ്ഞു. അപ്പോൾ ആ ഒരു കുട്ടിക്ക് അങ്ങനെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിൽ പതിഞ്ഞു നിൽക്കാനും എക്സാമിന് എഴുതാനും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻക്രിമെന്റൽ പ്രാക്ടീസ്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാണ്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു കോംപ്ലക്സിറ്റി ആണെങ്കിലും അത് എന്താണെങ്കിലും, ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന ഇപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും, ഇപ്പൊ ഇന്നൊരു 20 ടോപ്പിക് അങ്ങ് ഒരുമിച്ചിരുന്ന് പഠിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഇന്നൊരു 2 ടോപ്പിക് പഠിക്കാം, നാളെ ഒരു 3 ടോപ്പിക്, അങ്ങനെ മെല്ലെ 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 ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതുപോലെ ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, നാളെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ പ്രോബ്ലം സോൾവ് ചെയ്യാം, പിന്നെ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി ആയിട്ട് ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മെല്ലെ 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 കോംപ്ലക്സിറ്റി ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു സബ്ജക്ട് സ്പെസിഫിക് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് എവിടെയാണ് അവർ പ്രശ്നം വരുന്നത് ഏരിയ എന്ന് മനസ്സിലാക്കാം. ഏത് ടോപ്പിക്കിലാണ് അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുന്നതെന്നും അത് എങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് അത് മനസ്സിലാവും എന്നുള്ളത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണ് ആ ഒരു സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ആ ടോപ്പിക്ക് പ്രശ്നമാവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക. മൈക്രോ ലെസൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഏരിയയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് ആ കുട്ടീനെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ ഓരോരോ ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്, അപ്പോൾ ആ ഒരു അപ്രോച്ച് ആൾട്ടർ ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ച് പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആ കുട്ടി സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് അത് ചെയ്ത് നോക്കിയിട്ട് പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ഓരോ മെത്തേഡ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഏത് രീതിയിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ആ കുട്ടിക്ക് ഏറ്റവും അധികം മനസ്സിലാവുന്നത്, പിന്നെ ആ രീതി വെച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ ഓരോ കുഞ്ഞി കാര്യങ്ങളും ഓരോ കുഞ്ഞി പ്രോഗ്രസ് ആണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ആവറേജ് ആയിട്ട് നിൽക്കുന്നു, ആ കുട്ടി ഓൾറെഡി ഉള്ളിൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവും, ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കിപ്പോഴും ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് മാർക്ക് ഇത്രേ വരുന്നുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് വിഷമം ആ കുട്ടിക്ക് സ്വയം ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ്, ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ കുട്ടിക്ക് സ്വയം ഒരു ഓക്കെ എന്നെ കൊണ്ട് പറ്റും, ഇനിയും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കുഞ്ഞി പ്രോഗ്രസ് ആണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ഒരു അസസ്മെന്റ് ടെസ്റ്റിൽ ഇപ്പോൾ 10ൽ ഒരു 5 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്തവണ ഒരു 6.5 അല്ലെങ്കിൽ 7 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുക, ആ കുട്ടീനെ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക, ആ കുട്ടീനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക.
ഈ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിലും ഈ ഒരു ഇമ്പ്രൂവ്മെന്റിൽ വലിയൊരു പങ്കുണ്ട്. ആ കുട്ടിയുടെ ഒരു സ്ട്രെങ്ത് മാക്സിമം ഹൈലൈറ്റ് ചെയ്യുക. എവിടെയാണ് ആ കുട്ടിക്ക് ആ കുട്ടി എവിടെയാണോ വീക്കായി നിൽക്കുന്നത് അത് ആ കുട്ടി അവെയർ ആയിരിക്കണം എന്നുള്ളതൊരു കാര്യം. അതായത് ആ കുട്ടീനോട് പറയാം, നീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നീ കെയർലെസ് ആയത്. അപ്പോൾ ഒരു ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നീ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നീ ശ്രദ്ധിക്കാത്തത് കാരണം ഇപ്പോൾ ആ മാർക്ക് അവിടെ മൈനസും അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി എവിടെയാണ് ഇപ്പൊ കെയർലെസ് ആയിരിക്കുന്നത് എന്നുള്ളത് ആ കുട്ടി അവെയർ ആയിരിക്കണം. പക്ഷെ ആ കുട്ടിക്ക് ചില ഭാഗങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളാവും അല്ലേ. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചിലപ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും. ഓക്കെ 7 into 8 ആ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ എവിടെയാണ് ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ആ കാര്യങ്ങൾ വെച്ചിട്ട് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടിക്ക് സ്റ്റക്ക് ആയിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ലെവൽ എത്താറുണ്ട്. അപ്പൊ അങ്ങനെ ആ കുട്ടി വല്ലാണ്ട് എന്താ പറയാ ഒരുമാതിരി ബുദ്ധിമുട്ടായി നിൽക്കാണ്ട് ആ കുട്ടിക്ക് മാക്സിമം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഇത്തവണ ഞാനത് ചെയ്തപ്പോൾ തെറ്റിച്ചു, കുഴപ്പമില്ല, ഇനി എന്നെ കൊണ്ട് പറ്റും, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, ഇനി ആ മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ, നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം, ശരിയാവും എന്നുള്ള ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം അവർക്ക് വളർത്തി കൊണ്ടുവരിക, ആ ഒരു കാര്യം കൊണ്ടുവരിക. അതുപോലെ മീനിങ് ഫുൾ ഫീഡ്ബാക്ക്, നമ്മൾ അവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ജെനുവിൻ ആയിട്ട് നമ്മൾ അവർക്ക് ഫീഡ്ബാക്സ് കൊടുക്കുക. നീ അത് ചെയ്ത് വളരെ നന്നായി, അതുകൊണ്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ ആൻസർ കിട്ടി, എനിക്ക് പോലും ഈ മെത്തേഡ് ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, നീ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക, അവർക്ക് ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്സ് കൊടുക്കുക. അതുപോലെ അവരുടെ ഓരോ സക്സസും ട്രാക്ക് ചെയ്യുക, എത്ര സമയം കൊണ്ട് ചെയ്തു, ഓക്കെ കഴിഞ്ഞ തവണ നീ ഇത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നിനക്ക്, ഇത്തവണ നീ അത് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നീ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത്ര സമയം എടുത്തു, ഇത്തവണ ഇത്രയും സമയം എടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ സക്സസ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, അതിനനുസരിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ ഏതൊക്കെ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യണം, എന്തൊക്കെ സൊല്യൂഷൻസ് കൊടുക്കണം, കൃത്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അവർക്ക് പഠിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും, എസ്പെഷ്യലി ആവറേജ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.